മാവേലിക്കരയിൽ നമ്മൾ യാത്ര തുടങ്ങുന്നത്. എന്താണെന്നറിയില്ല, ഇത്തവണ കൃത്യസമയത്ത് തന്നെ ട്രെയിനെത്തി. ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെയാണ് 320 രൂപയാണ് ലോക്കൽ കമ്പാർട്ട്മെൻറ്റിൽ. കുഴപ്പമില്ല, വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാനുള്ള സ്ഥലമൊക്കെ കിട്ടും. അങ്ങനെ നമ്മൾ ഗുരുവായൂർ ചെന്നു. ഗുരുവായൂരിൽ നിന്ന് കുറച്ച് ദൂരം നടക്കാനുണ്ട്, വേണമെങ്കിൽ ഓട്ടോ വേണമെങ്കിൽ വിളിക്കാം. പക്ഷേ ഞങ്ങൾ നടന്നാണ് പോയത്. അവിടെ പോയി ഒരു ചായയൊക്കെ കുടിച്ചു. അവിടെ കുടുംബശ്രീയുടെ ഒരു ഫ്രഷപ്പ് സ്ഥലമുണ്ട്, നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെയാണ്. അവിടെ 60 രൂപ 2 പേർക്ക് നമുക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കുളിക്കുന്നത്. പെട്ടെന്ന് തന്നെ ദർശനം കിട്ടി. വലിയ ആളൊന്നും ഇല്ലായിരുന്നു. അവിടുന്ന് കുറച്ച് ദൂരം നടക്കാനുണ്ട് ബസ് സ്റ്റാൻഡിലേക്ക്. അവിടുന്ന് 108 രൂപയാണ് നമുക്ക് തൃശ്ശൂർ 2 പേർക്കുള്ള ടിക്കറ്റ്. അങ്ങനെ ഞങ്ങൾ തൃശ്ശൂർ ചെയ്യുന്ന അവിടുന്ന് ഒരു ഓട്ടോ എടുത്ത് 30 രൂപ ചാർജ്. അവിടുന്ന് നേരെ വടക്കുന്നതിൻ്റെ അവിടെ ചെന്നു. അവിടെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. അവിടെ കയറി തൊഴുതു. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ വെളിയിലൊക്കെ വെയിറ്റ് ചെയ്തു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോട്ടലൊക്കെ തുറക്കാൻ വേണ്ടി കുറേ നേരം വെയിറ്റ് ചെയ്തു. അവിടെ പത്താൻസ് എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. അവിടെ ആകുമ്പോൾ നമുക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. നല്ല ഫുഡുമാണ്, വലിയ വിലയൊന്നുമില്ല. 2 പേർക്ക് സുഖമായിട്ട് കഴിച്ചു. 125 രൂപ ചാർജ് ആയുള്ളൂ. അതൊക്കെ നോർമലായിട്ടുള്ള നല്ല ഫുഡുമാണ്. അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ തിരികെ ഞങ്ങൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നു. അവിടുന്ന് ഒരു ട്രെയിൻ കിട്ടി, 8:45 ട്രെയിൻ. അതിന് ചെറിയിരുന്നു, വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. എന്താണെന്നറിയില്ല, സീറ്റുകളെല്ലാം കാലിയായിരുന്നു. ഏതാണ്ട് ഒരു 12:30 ഒക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ മാവേലിക്കര എത്തി.